നമസ്കാരം ഗൈസ്, ഞാൻ റോജൻ ഫ്രം SDK ക്ലാസ്സസിനാണ്. നിങ്ങളുടെ യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ വീണ്ടും കുറച്ച് ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വാട്ട് ഈസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ് നമുക്ക് പഠിക്കാം. ഇൻപുട്ട്, the device which are used to give input to the computer is called input devices. ഇൻപുട്ട് എന്താ? ഇൻപുട്ട് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് എന്തൊക്കെ സാധനം നിങ്ങൾ ഇടാൻ പറ്റുമോ, നമുക്ക് ഇൻപുട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ, അതിനാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? മൗസ്, സെക്കൻഡ് കീബോർഡ്. ठीक है. അപ്പോൾ മൗസിനകത്ത് നിങ്ങൾ കണ്ടു കാണും കുറച്ച് എന്തുവാ നമ്മുടെ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബട്ടൺസ് ഒക്കെ എന്താ? ഈ ബട്ടണാണ് ലെഫ്റ്റ് ബട്ടൺ. ഈ ബട്ടൺ എന്താ പറയുന്നത്? റൈറ്റ് ബട്ടൺ. നമ്മൾ പറയുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്യണം, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം, അതിനെയാണ് ഈ ബട്ടൺ പറയുന്നത്. പിന്നെ ഈ സർക്കിൾ ബട്ടൺ ഉണ്ടോ, ഇതിനെന്താ പറയുന്നത്? സ്ക്രോൾ ബട്ടൺ. സ്ക്രോൾ ബട്ടൺ എന്തുവാ? നമ്മളിപ്പോൾ മുകളിലേക്കും താഴേക്കും നമ്മൾ വ്യൂ നോക്കണമെങ്കിൽ ഇപ്പോൾ മുകളിൽ എന്തുവായിരുന്നു താഴെ എന്താ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കലില്ല, അതിനെയാണ് സ്ക്രോൾ ബട്ടൺ പറയുന്നത്. ലെഫ്റ്റ് ബട്ടൺ നമ്മൾ എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും റീനെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ബട്ടൺ നിൽക്കും. റൈറ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്തുമ്പോൾ എന്ത് നമുക്ക് ഡോക്യുമെൻറ്റ് തുറക്കാൻ പറ്റും. നെക്സ്റ്റ് എന്തായിരുന്നു? കീബോർഡ്. കീബോർഡ് എന്തായിരുന്നു? നമ്മൾ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും നമ്മൾ ഇൻപുട്ട് കേട്ടാൻ വേണ്ടിയിട്ടാണ് കീബോർഡ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് മൈക്രോഫോൺ ഉണ്ട്, വെബ് ക്യാമറ ഉണ്ട്, സ്കാനർ ഉണ്ട്. മൈക്രോഫോൺ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തു നിങ്ങളോട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അതിനാണ് മൈക്രോഫോൺ. വെബ് ക്യാമറ, എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ക്യാമറ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും, അതിനാണ് വെബ് ക്യാമറ പറയുന്നത്. ലാസ്റ്റാണ് സ്കാനർ. സ്കാനറിനകത്ത് നമുക്ക് നമ്മുടെ ഇമേജ്, ഡോക്യുമെൻറ്റ് എന്തെങ്കിലും സ്കാൻ ചെയ്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് കയറ്റാൻ പറ്റും. അതിനെയാണ് സ്കാനർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത നോക്കാം. ഔട്ട്പുട്ട് ഡിവൈസസ്. ദ ഡിവൈസസ് വിച്ച് ആർ യൂസ് ടു ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട് ഈസ് കോൾഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. നമ്മളിപ്പോൾ അത് ഇൻപുട്ട് കയറ്റി, അപ്പോൾ അതിനകത്ത് പ്രോഗ്രാമിംഗ് ആയി തുടങ്ങി, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വേണം. അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ്. എന്ത് നമ്മൾ ഇൻപുട്ട് കയറ്റിയോ അതിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻ, അതിനെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് മോണിറ്റർ ആൻഡ് പ്രിൻറ്റർ. മോണിറ്റർ എന്തുവാ? ഇപ്പോൾ നമ്മൾ കീബോർഡ് വെച്ച് മൗസ് വെച്ച് അതിനകത്ത് ഇൻപുട്ട് ചെയ്തു, അപ്പോൾ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോണിറ്റർ നമ്മൾ ഫ്രണ്ടിനകത്ത് കാണാൻ. പ്രിൻറ്ററാണ് നമ്മൾ ഇത് പ്രിൻറ്റർ നമ്മൾ ഇതിന് കമാൻഡ് കൊടുത്ത് നമുക്ക് എന്തൊക്കെ പേജ് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനോട് പറഞ്ഞ് നമുക്ക് ഇതിനെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കറണ്ട് പേജ് നമുക്കത് എടുത്തു തരും. നെക്സ്റ്റ് സ്പീക്കറുണ്ട്, പ്രൊജക്ടറുണ്ട്. സ്പീക്കർ എന്താ? നമ്മളിപ്പോൾ സിസ്റ്റത്തിൽ സ്പീക്കർ കുറവാണ്, നമ്മളിപ്പോൾ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യും, അപ്പോൾ നല്ല സൗണ്ട് വരും. നെക്സ്റ്റ് പ്രൊജക്ടർ എന്താ? പ്രൊജക്ടർ നമുക്കൊരു വലിയ ഹാളിനകത്ത് നമുക്ക് പ്രൊജക്ടർ വെച്ച് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ എന്തൊക്കെ പ്രൊജക്ഷൻ ചെയ്യുന്നു അത് നമുക്ക് വലിയ സ്ക്രീനിൽ നമുക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇൻപുട്ട് എന്തോ ഔട്ട്പുട്ട് എന്തോ ആയിരുന്നു നമുക്ക് പഠിക്കാൻ പറ്റി. ഇതുപോലെ പല ടീച്ചേഴ്സും വേറെ ചാനൽസൊക്കെ വേറെ സബ്ജക്റ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പോയി വരാം. സി യു സൂൺ.